ഇങ്ങനെയാണ് ഫ്രാഞ്ചൈസ് ബിസിനസ് മോഡലിൽ നിന്നും ഞങ്ങൾ രക്ഷപ്പെട്ടത്. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ കേട്ടിരിക്കുന്ന പേരായിരിക്കും ഫ്രാഞ്ചൈസി ബിസിനസ് മോഡൽ, അല്ലെ? അങ്ങനെ ഫ്രാഞ്ചൈസ് ബിസിനസ് മോഡലിന്റെ പുറകിലൂടെ ഞങ്ങളും പോയി. അപ്പോഴാണ് കുറെ ബ്രാഞ്ചുകളായിട്ട് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തത്, കുറെ ആളുകളെ പോയി കണ്ടത്, കുറെ ഏജന്റുമാർ നമ്മളെ തേടി ഇങ്ങോട്ടും വന്നു. അങ്ങനെയുള്ള വിവരത്തിൽ നിന്ന് ഞങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായി. ഈ ഫ്രാഞ്ചൈസ് മോഡൽ ബിസിനസ്സുകളിൽ കുറെ സ്കാമുകൾ നടക്കുന്നുണ്ട്. ഫ്രാഞ്ചൈസ് കൊടുത്ത് ബിസിനസ് ആണെന്ന് രണ്ടുപേർക്ക് ലാഭം ഉണ്ടായില്ലല്ലേ ഒരു ഐഡിയൽ ബിസിനസ് ആകും? ഫ്രാഞ്ചൈസ് കൊടുക്കുന്നത് മാത്രം ബിസിനസ് ആയി കണ്ടാലും അതെങ്ങനെ ഒരു ഐഡിയൽ ബിസിനസ് ആകും? അത് MLM അല്ലേ? ശരിക്കും ഈ ചെറിയ ബിസിനസ്സിനൊക്കെ ഫ്രാഞ്ചൈസികളുടെ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ 10 രൂപയുടെ ചായ വെക്കാനൊക്കെ എന്തിനാണ് ഫ്രാഞ്ചൈസികളുടെ ആവശ്യം? അങ്ങനെ ഈ ചിന്തയിലൂടെയാണ് ഞങ്ങൾ സ്വന്തം ബ്രാൻഡ് എന്ന ആശയത്തിലേക്ക് എത്തിയത്. ചായ അല്ലാണ്ട് ഞങ്ങളുടെ ബ്രാൻഡ് എന്താണെന്ന് അറിയാൻ കുറച്ചുകൂടി നിങ്ങൾ കാത്തിരിക്കും. പിന്നെ ഫ്രാഞ്ചൈസി സ്കാമിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ DM ചെയ്യൂ അല്ലെങ്കിൽ കമന്റ് ചെയ്യൂ. ഞങ്ങൾ ഇതിനു വേണ്ടി ഒരു സ്പെഷ്യൽ സ്റ്റോറി തന്നെ തയ്യാറാക്കുന്നതാണ്.